ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഓർത്തത് തന്നെ. അതായത് ശരിയല്ലേ ഈ പറഞ്ഞത്? അതായത് ഈ പറയുന്ന ടി ജി മോഹൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഈ പറയുന്ന രീതിയിൽ ഒരു വിദ്വേഷ പരാമർശം നടത്തിയതിൻ്റെ പേരിലാണ് ഈ പറയുന്ന രീതിയിൽ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. ഓക്കെ. പക്ഷേ ഈ പറയുന്ന ജാൻമണിയും അതോടൊപ്പം തന്നെ ആ ഇൻഫ്ലുവൻസറും നടത്തിയ ഒരു കാര്യം, അതായത് ഒരാൾ പ്രധാനമന്ത്രിയെയും പ്രധാനമന്ത്രിയുടെ അമ്മയെയും അപമാനിക്കുന്ന കാര്യത്തിൽ അത്രത്തോളം പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ജാൻമണി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അത് പ്രധാനമന്ത്രിക്കെതിരെ, പ്രധാനമന്ത്രി അമ്മയും അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ മറ്റേ ആൾ പറഞ്ഞ കാര്യം, ആ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞ കാര്യം നമ്മുടെ നാട്ടിൽ കലാപമുണ്ടാക്കുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തുന്ന തരത്തിലോട്ടുള്ള കാര്യമാണ് ആ വ്യക്തി പച്ചയ്ക്ക് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഈ സമരം നടക്കുന്ന ആ ഒരു ഇതിൽ. പിന്നെ ഇവർ രണ്ടുപേരും വന്ന് മാപ്പ് പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. പക്ഷെ ആ ഒരു മാപ്പ് കൊണ്ട് മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ് ഇത്രയും വലിയ തോതിലുള്ള ഒരു പ്രശ്നം. അതും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഉടനീളം ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും ഇവർക്കെതിരെ, പ്രത്യേകിച്ച് ജാൻമണിക്കെതിരെ ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും പരാതി പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ആ ഒരു തരത്തിൽ. അപ്പോൾ അത്രത്തോളം പരാതി പോയിട്ടും ഈ പറയുന്ന രീതിയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് തരത്തിലുള്ള നടപടിയാണ് അതിനെതിരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അറിയത്തില്ല. കാരണം ഇവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വിളിപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും ഇതുവരെയായിട്ടും ഒരു ഇൻഫർമേഷനും ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അത്രത്തോളം ഈ പറയുന്ന രീതി പരാതി പ്രവാഹം തന്നെ ഈ പറയുന്ന രീതി ജാൻമണിക്കെതിരെയും പോയിട്ടുണ്ടായിരുന്നു, മറ്റേ പുള്ളിക്കെതിരെയും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് നടപടിയാണ് ഈ പറയുന്നത്? ഇപ്പോൾ ടി ജി മോഹൻദാസിനെതിരെ ഇങ്ങനെ ഒരു നടപടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു കാര്യം തന്നെയാണല്ലോ ഈ പറയുന്ന രീതിയിൽ ജാൻമണിയും അതോടൊപ്പം തന്നെ ആ ഇൻഫ്ലുവൻസറും ചെയ്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇവർക്കെതിരെ എന്ത് നടപടിയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെയാണല്ലോ. മാപ്പ് വന്ന് പറഞ്ഞു എന്ന് കരുതിയിട്ട് എത്രത്തോളം പരാതികൾ ആ ഒരു തരത്തിൽ പോകുമ്പോഴത്തേക്കും അതിനെതിരെ ഒരു നടപടി എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? പ്രത്യേകിച്ച് ടി ജി മോഹൻദാസിനെതിരെ ഇങ്ങനെ ഒരു നടപടി വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ പറയുന്ന രീതി ജാൻമണി അതോടൊപ്പം തന്നെ ആ മറ്റേ വ്യക്തിക്കെതിരെയും നിയമ നടപടികൾ എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു കാര്യം കണ്ടപ്പോഴത്തേക്കും അതും ശരിയാണല്ലോ എന്ന് തോന്നി. പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികൾക്കുമെതിരെ ഒരുപാട് പരാതികളാണ് പോയിട്ടുള്ളതെന്ന്. ഇപ്പൊ പരാതി ഒന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവർ മാപ്പ് പറഞ്ഞ ആ ഒരു ഇത് ശരിയെന്ന് പറയാം. പക്ഷേ ഇത്രയും പരാതികൾ വേണ്ടപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ ചെല്ലുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൽ എന്താണ് നടപടി എടുത്തത്, അല്ലെങ്കിൽ ആ പറയുന്ന രീതിയിൽ ഇവർക്കെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ ടി ജി മോഹൻദാസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നീക്കം ഉടനടി ഉണ്ടാകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും അതുപോലൊരു നീക്കം ഈ പറയുന്ന രീതി ജാൻമണിക്കെതിരെയും അതോടൊപ്പം തന്നെ ആ മറ്റ് വ്യക്തിക്കെതിരെയും ഉണ്ടാവേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ? കാരണം അവരും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യ സുരക്ഷയ്ക്കെതിരെയും പോലും ആ ഒരു തരത്തിലൊരു കലാപം ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പറഞ്ഞ ഒരു വ്യക്തി കൂടി ആ കൂട്ടത്തിലുണ്ട് എന്നുള്ളതും വാസ്തവമായിട്ടൊരു കാര്യം തന്നെയാണ്.